ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വഴുതനയും തൈരും കൂടി വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. വളരെ സിമ്പിളായി ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. അതോടൊപ്പം തന്നെ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാവും ചെയ്യും. ഒരാൾ പോലും ഇഷ്ടമാവില്ല എന്ന് പറയില്ല. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ പഴയ ചാനൽ പോയിട്ടുണ്ട്, ഇത് പുതിയ ചാനലാണ്. അതുകൊണ്ട് തന്നെ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ ഒരു ചട്ടിയിലേക്ക് നല്ല പുളിയില്ലാത്ത കട്ട തൈര് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ക്രീമി ടെക്സ്ചറിലോട്ട് മാറ്റണം. ഇത് ഞാൻ എൻ്റെ പഴയ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാനലിൽ പോയതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ ഈ ചാനലിൽ ഇടുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാൻ മറക്കല്ലേ. നന്നായി ബീറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന തൈരിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന വഴുതനയും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അതിന് ശേഷം നമ്മളൊന്ന് കടുക് വറുക്കുന്നുണ്ട്. ആ വറവിലേക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് ചെറിയ ഉള്ളി, കടുക്, കറിവേപ്പില, ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നമ്മളിടുന്നത്. അപ്പോൾ നമ്മുടെ വഴുതനൊക്കെ നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എടുത്ത ആംഗിൾ ശരിയാവാത്തത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. എന്നാലും വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അങ്ങനെ വഴുതനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഒരു 3-4 വഴുതന മതി കേട്ടോ. ഒരു പാക്കറ്റ് തൈരിലേക്ക് ആ തൈര് ഉപ്പിട്ട് വെച്ചിരിക്കുന്ന തൈരിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന വഴുതന ആഡ് ചെയ്യാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ വറവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ വറുത്തെടുക്കുന്ന വഴുതന ഇതിൻ്റെ അകത്തേക്ക് ഈ തൈരിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടൊപ്പം തന്നെ നമ്മൾ ഈ വറവും കൂടെ ചേർക്കുകയാണ് കേട്ടോ. ചെറിയ ഉള്ളിയും പച്ചമുളകും കടുകും കുറച്ച് ഉലുവയും കൂടെ പൊട്ടിച്ചിടുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഉലുവ ഓപ്ഷനാണ്, നിർബന്ധമില്ല. പക്ഷേ ഉലുവയും കൂടെ പൊട്ടിച്ചിടുമ്പോഴാണ് ആ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാൻ ഉപയോഗിക്കാം കേട്ടോ. ഇത് ചൂടാക്കൊന്നും വേണ്ട. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. പണ്ട് സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ വീണ്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ.